നേതൃത്വം മുഴുവനായിട്ടും ആഹ്ലാദഭരിതരാണ്. മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഹ്ലാദത്തിലാണ്. കേന്ദ്ര സർക്കാർ ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം 2009 കാലഘട്ടത്തിൽ വാജ്പേയി ഗവൺമെന്റ് കാലഘട്ടത്തിലും അന്നത്തെ NDA സർക്കാരായിരുന്നാലും കേരളത്തിന് ഒരു പ്രതിനിധിയെ തന്നിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിനും പ്രതിനിധി ഉണ്ടായിരുന്നു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ 2 മന്ത്രിമാർ. ആ മന്ത്രിമാർ വരുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഞങ്ങൾ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. എല്ലാ മുക്കും മൂലകളിലും ഇന്ന് പ്രവർത്തകർ ആ വൈകുന്നേരങ്ങളിൽ പായസ വിതരണം അങ്ങനെ ജനങ്ങളുടെ ഉത്സവമാക്കി ഈ മന്ത്രിസ്ഥാനത്തെ മാറ്റുകയാണ്. മോദിയുടെ 3ാം വരവിനെ മാറ്റുകയാണ് NDA ചെയ്യുന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങളായുള്ളൂ. കോൺഗ്രസിലെ മെയിൻ ആൾ പത്മജ BJPയിലോട്ട് വരുന്നു. ചേർത്ത് താമര വീഴുന്നു. 2 കേന്ദ്രമന്ത്രി വരുന്നു. എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ആഘോഷം? നമ്മൾ ഇവിടുത്തെ ആഘോഷം ഇപ്പോൾ വരുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂട്ടം ഇവിടെ ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. ഈ മന്ദിരം പണിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിച്ചു. 2 മണ്ഡലങ്ങളിൽ ഏതാണ്ട് വിജയത്തിനോടൊപ്പം അടുപ്പിച്ചെത്താൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 20% വോട്ടോടുകൂടി കേരളത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചു. അതിന്റെ പരിണത ഫലമാണ് ഇന്ന് നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മന്ദിരത്തിൽ നിന്ന് ഉയരുന്ന പാർട്ടിയുടെ ശബ്ദം, ആ ശബ്ദം കേരളത്തിന്റെ ശബ്ദമായി മാറാൻ പോകുന്ന വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആഘോഷം ഏതാണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ പ്രവർത്തകരോട് എത്തിച്ചേരുന്നതാണ്. വലിയൊരു ആഘോഷത്തിന്റെ തെരുവിലാവും മാരാർജി പോകുന്നത്. ഈ ആഘോഷത്തിന് മറ്റൊരു രാവിലെ മുതൽ കേൾക്കുന്നത് സുരേഷ് ഗോപി പിണങ്ങി വീട്ടിൽ വന്നു, മന്ത്രിയാവുന്നില്ല, ഞാൻ സത്യപ്രതിജ്ഞ. എന്താണ് സത്യം? പിണങ്ങി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഇപ്പൊ ഞാൻ കേട്ടിട്ട് ഇപ്പൊ ഏതോ ഒരു മാധ്യമം പുതിയ സംസ്ഥാന അധ്യക്ഷനെ പോലും തെരഞ്ഞെടുത്തു. ദേശീയ അധ്യക്ഷൻ വന്നിട്ടില്ല. അപ്പൊ അതിനു മുമ്പേ ഇതൊക്കെ ഒരു എന്തെന്ന് പറയാനേ വാർത്തയ്ക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളാണ്. അല്ലാതെ വസ്തുതകൾക്ക് വേണ്ടി യാഥാർത്ഥ്യത്തിൽ നിന്ന് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇവർക്കൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തൊട്ട് പറഞ്ഞ പേരുകളൊക്കെ മാറിയപ്പോൾ വ്യക്തമായിട്ടുള്ള പേര് കിട്ടിയപ്പോൾ മറ്റതെല്ലാം കളഞ്ഞപ്പോൾ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത ഉണ്ടായിക്കൊണ്ട് അതിനൊന്നും ഉത്തരം പറയാനില്ല എന്നുള്ളതാണ്. ഈ ജോർജ് കുര്യന്റെ പേര് ഒരിടത്തും കേട്ടില്ല. പക്ഷെ ഇപ്പൊ ഒറ്റൊരു അടിയായിരുന്നു. BJP ഇറങ്ങിയിരുന്നോ സംസ്ഥാനം? 44 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഹരിതഭൂമി കാവ്യ പതാക കയ്യിലെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കപ്പെടുന്ന ഒരു സജീവ പ്രവർത്തകനാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം നേരത്തെ മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. മുൻ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ OSD ആയിരുന്നു. അങ്ങനെ വ്യക്തമായിട്ടുള്ള അറിവും പ്രാഗൽഭ്യവുമുള്ള ഒരു നല്ലൊരു അഭിഭാഷകനാണ്. ആ നിലയ്ക്കുള്ള ഒരു വ്യക്തിത്വമാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. സഭാ നേതൃത്വങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. ആ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു എന്തെന്ന് പറയുന്നത് ആരുടെയും വശത്തല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് ജോർജ് കുര്യന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല? ജോർജ് കുര്യന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നതിന്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഉറച്ച നിലപാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ആരെവിടെ വരണമെന്നുള്ളത് ഇപ്പോ മത്സരിക്കാത്ത പലരും ഇതിനകത്ത് മന്ത്രിയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഓരോരുത്തരുടെ കഴിവുകൾ അനുസരിച്ച് കൊണ്ട് അവർ പ്രവർത്തിക്കേണ്ട ഇടം പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ ഓർഗനൈസർ ആയിട്ട് നിന്നത്. ഒരിടത്തു നിന്ന് ജയിക്കുന്നതിന് പകരം പല സ്ഥലത്ത് ആൾക്കാരെ ജയിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് അദ്ദേഹം. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നേരിട്ട് യാത്ര ചെയ്തുകൊണ്ട് ആ പ്രവർത്തനത്തിന്, വിജയത്തിലേക്കുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകൾ, അപ്പൊ ആ പാർട്ടി അദ്ദേഹത്തിന് ആ കഴിവുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയ മന്ത്രി. പിണറായി സർക്കാരിന്റെ നെഞ്ചത്തെ പടക്കം പൊട്ടിച്ചാണോ ഈ 2 മന്ത്രിസ്ഥാനം? തീർച്ചയായും ഞങ്ങൾ അത്തരത്തിൽ നെഞ്ചത്ത് പടക്കമാണോ ഒന്നും ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ
മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി സർക്കാരിന്റെയും അല്ലെങ്കിൽ അതേ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിനും ഇതിന്റെ പത്തി ഇതുവരെ താണിട്ടില്ല എന്നുള്ളതാണ്. ആ പത്തി താരും ഞാൻ പറഞ്ഞില്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിയോടൊപ്പം ഇഴുകിച്ചേരാനും പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാനും പാർട്ടിക്ക് വോട്ട് ചെയ്യാനും തയ്യാറായ ഒരു തെരഞ്ഞെടുപ്പാണ് 2024 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 മന്ത്രി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമസ്ത മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും ഇത് അടി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട.